إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരായ പണ്ഡിതൻ ഡോക്ടർ കെ സക്കരിയ സലാഹി, ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ സബാഹ് മൗലവി, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടി കൃത്യമായി വീക്ഷിക്കുന്നതിനെത്തിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു സാഹചര്യം ഞാൻ ഏറെ പഴക്കമുള്ള ആദർശ പ്രസ്ഥാനമായിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ പ്രവർത്തനം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന, അതിന്റെ ആശയങ്ങളും അർത്ഥതലങ്ങളും മനസ്സിലാക്കിയ, അതിന്റെ പ്രവർത്തനത്തിന്റെ സജീവ പ്രവർത്തകരായ നാം ആദർശ പ്രബോധനത്തിൽ വരുന്ന ഏത് വീഴ്ചകളും കണ്ടറിയുകയും തിരുത്തുകയും തിരുത്താൻ നിർദ്ദേശിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. ഏത് കാലത്തും പ്രസ്ഥാനത്തിൽ അപയങ്ങളും പ്രയാസകരമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. 2000 കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കൂടെ ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിച്ച സഹോദരങ്ങൾ ആദർശപരമായി യോജിക്കാത്തതിനാൽ അവർ വേറിട്ടു പോവുകയും വ്യത്യസ്തമായ നിലപാടുകൾ വെച്ചു പുലർത്തുകയും ചെയ്തു. അതിലൂടെ തന്നെ അവർ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ വളച്ചൊടിക്കുകയും താൽക്കാലികമായ ചുറ്റുപാടുകൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ സംജാതമായി. സ്വഹീഹായി വന്ന ഹദീസുകളിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, അതേപോലെ തന്നെ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ നിരാകരിക്കുകയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരും KJന്റെ നേതാക്കളുമൊക്കെ ജിന്ന് സേവയിലേക്കും സിഹ്ർ ബാധയിലേക്കുമാണ് നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ആരോപിക്കുകയും അങ്ങനെയുള്ള ചുറ്റുപാടുകൾ പ്രസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രബോധകരുടെ പ്രസംഗങ്ങൾ തുണ്ടം തുണ്ടമായി മുറിക്കുകയും അത് സമൂഹത്തിൽ വിശദീകരിക്കുകയും ഇവർ യഥാർത്ഥത്തിൽ ശിർക്കിലേക്കും അതേപോലെ തന്നെ ഇസ്ലാമിന് യോജിക്കാത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് യോജിപ്പില്ലാത്ത ആശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് സമൂഹത്തിൽ പറഞ്ഞു നടക്കുകയും ചെയ്തു. പലപ്പോഴും ഈ 10 വർഷത്തിന്റെ അവരുടെ സമ്മേളനത്തിൽ അവർ കാര്യമായി പ്രതിപാദിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആദർശം ശിർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ തന്നെ സംഘടന ചെയ്ത KJയുടെയും കേരള നദ്വത്തുൽ മുജാഹിദിനെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് തന്റെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്തുകയും അങ്ങനെ
ഇത് യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ആദർശ പ്രബോധനത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ ശിർക്ക് ആരോപിക്കുകയും ചെയ്യുന്ന മടവൂരികൾ എന്തൊരാശയമാണോ ഈ സമൂഹത്തിൽ ഇത്രകാലവും പറഞ്ഞത്, അത് സ്റ്റേജിലും അതേപോലെ തന്നെ അൽമനാറുകളിലും വിചിന്തനങ്ങളിലും എത്രമാത്രം സിഹറും ജിന്നും പറയാൻ ഖുതുബകളിൽ പാടില്ലെന്ന് പറയുമ്പോൾ, അതേ സമയത്ത് തന്നെ അത് പറയുന്ന ഒച്ചവെക്കുന്ന ആളുകൾ 4-5 ആഴ്ചകളോളമായി എന്റെ നാട്ടിൽ അതേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ ഒന്ന് പറയുകയും അതിനെ മാറ്റി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം തിരിച്ചറിയുകയും ഇല്ല. ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ, സലഫു സാലിഹ്യങ്ങൾ എന്ത് മനസ്സിലാക്കിയോ, എപ്രകാരം വ്യാഖ്യാനിച്ചുവോ, അതിനപ്പുറം നമുക്ക് ദുർവ്യാഖ്യാനം നടത്താൻ അർഹതയില്ല എന്ന് അവർ പഠിപ്പിച്ച അതേ മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ് നാം എന്ന് ഈ വിഷയങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, നമുക്കറിയാം ഏറെക്കാലമായി നമ്മുടെ ഈ രൂപത്തിലുള്ള പ്രബോധനത്തിന്റെ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും കൃത്യമായ അതിന്റെ മൻഹജിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്ത ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ പ്രാസംഗികൻ ഡോക്ടർ സക്കരിയ സ്വലാഹി, അദ്ദേഹത്തെ പല രൂപത്തിലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിൽ നിന്ന് മാറ്റി നിർത്താനും അതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമങ്ങളുണ്ടായി. നമുക്കറിയാം ഇതിന്റെ മുൻപുണ്ടായിരുന്നത് അടിച്ചിറക്കൽ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്ന ആളാണ് എന്നും അതിനുവേണ്ടി പ്രത്യേകം ക്ലിനിക്കുകൾ നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദുരാരോപണം നടത്തിയപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ വിലപോയില്ല. പിന്നീട് പിന്നെ വരുന്ന ആരോപണം ശിർക്ക് പ്രവർത്തിക്കാൻ കൽപ്പന കൊടുക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനാഹ്വാനം ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിന്റേതായ മേഖലയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന ദുരാരോപണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ എന്താണോ പഠിപ്പിച്ചത്, അതെ ഈ മുൻ കഴിഞ്ഞു പോയ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ സംഘടനയെ ഹിജാക്ക് ചെയ്തുകൊണ്ട് പിടിക്കുകയും അത് യഥാർത്ഥത്തിൽ അവർ കൈവശം വെക്കുകയും തങ്ങളുടേതായ ചിന്തകളിലൂടെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ മുമ്പർ അവർ പറഞ്ഞു വെച്ചതും അവർ പഠിപ്പിച്ചതും എന്താണോ അത് തന്നെ എന്നും പറയുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടും. ഇവിടെ മഹാനായ സക്കരിയ സ്വലാഹി അത് കൃത്യമായി വിശദീകരിക്കും. അന്ന് പറഞ്ഞതിൽ നിന്ന് അണുകിട എന്തെങ്കിലും മാറ്റി പറഞ്ഞതായി തെളിയിച്ചാൽ കൃത്യമായി തിരുത്താൻ തയ്യാറാണ് എന്നുവരെ പറഞ്ഞിട്ടും എന്താണെന്ന് പറയാതെ, നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ സംഘടനാപരമായി ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ മടവൂരികൾക്ക് ഉണ്ടായ വ്യതിയാനം എന്ത് എന്ന് നമ്മുടെ പ്രസംഗങ്ങളിൽ അവരിൽ വന്ന ലേഖനങ്ങളുടെ വ്യത്യസ്തമായിട്ട് വശങ്ങൾ പ്രത്യേകം എടുക്കുകയും അത് വിശദീകരിക്കുകയും അവരുടെ വാക്കുകളിൽ വന്ന പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളും ആദർശപരമായിട്ടുള്ള വ്യതിയാനങ്ങളും നമ്മൾ സ്ക്രീനിൽ പ്രത്യേകമായി തെളിയിച്ചുവെങ്കിൽ ഈ പറയപ്പെട്ട ശിർക്ക് ആരോപിക്കപ്പെടുന്ന ആളുകൾ ഇന്നേവരെ പറഞ്ഞു എന്ന് ഇവരെ ദുർവ്യാഖ്യാനിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രക്കട്ടിങ്ങോ ഏതെങ്കിലും ഒരു ലേഖനത്തിന്റെ ഭാഗങ്ങളോ ഇതുവരെ ഇങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ പ്രബോധനത്തിന്റെ മേഖലയിൽ നമുക്ക് തെളിഞ്ഞ് നിവർന്നു നിൽക്കാൻ നമുക്ക് സാധ്യമാകുന്നു എന്നതാണ്. സഹോദരങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇല്ല, ഒരാൾ വിശ്വസിക്കാൻ പാടില്ല കേരള നേതൃത്വ മുജാഹിദീന്റെ അതിന്റെ ഒന്നാമത്തെ പ്രബോധനത്തിന്റെ മേഖല എന്നത് ശിർക്ക് തന്നെയാണ്. ജിന്നിനോടാവട്ടെ ഹാജരായതാവട്ടെ അതേപോലെ തന്നെ ഹാജരല്ലാത്തതാവട്ടെ വായുവായ ഹാജരായ ജിന്നിനോട് സഹായം ചോദിക്കുക എന്നത് ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് പറഞ്ഞതും പഠിപ്പിച്ചതും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നൽകിയതും പലപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരാണ് എന്നുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള വിഷയങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 2012 വരെ അവരുടെ വിഷയം അവർ പറഞ്ഞിരുന്ന വിശദീകരണം ഇത് തന്നെയായിരുന്നു എന്ന് അവർ സംസാരത്തിൽ നിന്നും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ എഴുത്തുകളിലും ലേഖനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വിഷയവുമില്ല, ആരും വ്യക്തിപരമായി ഒരു പരാമർശം നടത്തുന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ആദർശത്തോടുള്ള കടപ്പാട് മാത്രമാണ്. ആദർശത്തിൽ ആര് വെള്ളം ചേർക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഒരിക്കലും മുജാഹിദുകൾ അത് ക്ഷമിച്ചിട്ടില്ല, സഹിച്ചിട്ടില്ല എന്നതാണ് ഇന്ന് കാലം വരെയുള്ളതിന്റെ ചരിത്രം. ഒരു നൂറ്റാണ്ട് കാലമായി ഇതിന്റെ പ്രവർത്തനം തുടരുമ്പോൾ അത് ഇനിയും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രമേയം വിശദീകരിച്ച് ആളുകൾ
ആളുകൾക്ക് അതിൻ്റെതായ മഹത്വം വിശദീകരിക്കുന്നതിന് പകരം ഇന്ന് മുജാഹിദുകളെ പണ്ഡിതന്മാർ ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലാണ് ഉള്ളത് എന്നത് വേദനാജനകം തന്നെയാണ്. സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കുക. പലപ്പോഴും പഠിച്ചു വരുന്ന ജാമ്യയിൽ പഠിക്കുന്ന കുട്ടികളെ സ്വലാഹിമാര സംഗമം നടത്തി അവിടെയും ഇതേപോലെയുള്ള ദുരാരോപണങ്ങൾ നടത്തുകയും അതേ രൂപത്തിലുള്ള പ്രയാസങ്ങളും അതേപോലെ തന്നെ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥയിൽ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത്, അതിൽ നിന്നും ആളുകളെ തെറ്റിദ്ധാരണ മാറ്റി നിർത്തേണ്ടത് പണ്ഡിതന്മാരെ അറിവുകളുടെ കടമയാണ്, ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് എന്ന കാരണത്താലാണ് ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഈ രൂപത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ സക്കരിയ സ്വലാഹിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സംഘടനാ സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പരിചയമുള്ള സബാഹ മൗലവിയാണ്. അദ്ദേഹത്തെയും ഈ സംഘടനാ സമിതിക്ക് വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സർവ്വ സഹോദരങ്ങൾക്കും ദൂരം നിന്നും അടുത്തു നിന്നും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ സബാഹ മൗലവിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ ഡോക്ടർ കെ സക്കരിയ സ്വലാഹിയുടെ വിശദീകരണം കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് മുമ്പിൽ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പറ്റിയ സമയവുമല്ല ഇപ്പോൾ. വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 വർഷത്തോളമായി തൗഹീദി പ്രബോധന രംഗത്ത് സജീവമായി നിലനിൽക്കുകയും ഒരു ഘട്ടത്തിൽ പോലും അതിൽ നിന്ന് പുറത്തു പോകാതെ ഉറച്ചു നിൽക്കുകയും ഇന്നേ വരെയുള്ള ആദർശ നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയെ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്തിനാണ് പുറത്താക്കിയതെന്ന് ചോദിച്ചാൽ കൃത്യമായ പ്രാമാണികമായ തെളിവ് ധരിക്കുവാൻ പുറത്താക്കിയ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും കളവും പരിഹാസവും നിറച്ചുകൊണ്ടുള്ള അവതരണത്തിലൂടെ അദ്ദേഹത്തെ അപമാനിക്കുവാനും അവമതിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കാലങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും രണ്ടു ഭാഗത്തിന്റെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറച്ചു കാലങ്ങളായി രണ്ടു കൂട്ടരുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു ഭാഗത്തെ സംസാരം സത്യത്തിൽ ഒരു ഭാഗത്ത് സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമയമില്ലാത്ത ഒന്ന് രണ്ട് കാര്യം മാത്രം ഉദ്ദേശിക്കുകയാണ്. തൗഹീദി പ്രബോധനത്തിന് നമ്മളല്ലാതെ കേരളത്തിൽ മറ്റാരുമില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ, KNM-ന്റെയും KJ-ന്റെയും ഒക്കെ പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്നിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമാകണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്.
ഒരു മനുഷ്യൻ നന്നാകാൻ ആവശ്യമായത് പരലോക ചിന്തയാണ്. പരലോക വിശ്വാസം മാത്രമല്ല, പരലോക ചിന്തയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് കളവ് പറയുമ്പോൾ, ഒരു വ്യക്തിയെ അപമാനിക്കുമ്പോൾ, ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ നാളെ പരലോകത്തിൽ ഞാൻ ഇതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ബോധം ഓരോ ആളുകൾക്കും ഉണ്ട് എങ്കിൽ ഒരിക്കലും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 കൂട്ടർ പ്രസംഗങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണ് ഞാൻ ബൈലക്ഷനിലൂടെ. 2 ദിവസങ്ങൾക്ക് മുമ്പ് പൂനൂരിൽ വെച്ച് പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി, വിശദീകരണ പ്രസംഗം. ശൈത്താന്റെ സ്വഭാവമായി പറഞ്ഞിട്ടുള്ള ദേഷ്യം, അതുപോലെ കളവ് പറയൽ, ദുരാരോപണം, ദുർവ്യാഖ്യാനിക്കൽ, തെറ്റിദ്ധാരണയുണ്ടാക്കൽ, പരിഹാസം, ഇതൊക്കെ ഒത്തുകൂടിയ ഒരു വിശദീകരണമായിരുന്നു അവിടെ നടന്നത് എന്ന് ആ പരിപാടി കേട്ട ഏതൊരാൾക്കും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കളവ്, പരിഹാസം, ദുരാരോപണം, തെറ്റിദ്ധാരണ, പൊന്ന് എന്നിവ ഒഴിവാക്കിയാൽ നമ്മുടെ ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് കളവ് നോക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ നമ്മുടെ വിചിന്തനം, ഇത് കളവാണെന്ന് പറയാതിരിക്കാൻ ആർക്കാണ് സാധിക്കുക? നോക്കൂ നിങ്ങൾ, പുതിയ വാദങ്ങൾ ആശങ്കാജനകം. എന്താണ് റിപ്പോർട്ട്? പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന വാദം അതിശയകരമാണ്. യഥാർത്ഥത്തിൽ ഇത് വായിക്കുന്ന ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാകുന്ന കാര്യങ്ങള് പുഴയിൽ ചാടുമ്പോൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് സ്വലൈ പറഞ്ഞത് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഒറ്റ വിഷയത്തിൽ മാത്രം ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ സക്കരിയ സ്വലാഹിയുടെ പ്രഭാഷണം കൃത്യമായി ആ പ്രസംഗത്തിന്റെ കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ പടച്ചവരെ പേടിയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ട് മാത്രം മതി. എന്നെങ്കിലും ഞാന് ഒരിക്കലും ഈ ഇടവണ്ണയിൽ കയറി പ്രസംഗിക്കാനുള്ള കാരണം ഇത് മാത്രമാണ്, മറ്റൊന്നുമല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. ഈ റിപ്പോർട്ട് കണ്ടവർ വിചാരിക്കുന്ന നിങ്ങള് പുഴയിൽ ചാടി മരിക്കുന്ന ഒരാള് ജിന്നിനെ വിളിക്കുന്ന ഒരു സ്ഥലമായി പ്രസംഗിച്ചെന്ന് വിചാരിക്കാം. അദ്ദേഹം പറഞ്ഞതെന്തെന്ന് വിശദീകരിച്ചത് ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ പറയില്ലേ സ്ഥലം പറയുന്നില്ല, സമയമില്ലാത്ത പറയുന്നില്ല. ഇത് എന്തൊരു കളവാണിത്, എന്തൊരു തെറ്റിദ്ധാരണയാണിത്, എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണത്, എന്തൊരു പരിഹാസമാണിത്, എന്തൊരു ശിർക്കാരോപണമാണിത്. നാളെ പരലോകത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരല്ലേ നമ്മൾ. ഞാനും സക്കീരസ്വലായി മാത്രമല്ല, ഇങ്ങനെ നീ മുന്നോട്ട് പോയാൽ ഒരുപാട് പണ്ഡിതന്മാർ ഇറങ്ങേണ്ടി വരും, പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇതിന് മുകളിൽ വേറെ റിപ്പോർട്ട് കാണാം. നോക്കൂ നിങ്ങൾ, ദുർബലമായ ഒരു ഹദീസിനെ മറുപിടിച്ച് ജിന്നിനോട് സംസാരിക്കുന്നതും സഹായം അഭ്യർത്ഥിക്കുന്നതും ശിർക്കാകുകയില്ല എന്ന് സക്കീരസ്വലായിയുടെ വാദങ്ങൾ ദുർമന്ത്രവാദികളെ പ്രീതിപ്പെടുത്താൻ മാത്രമാണ്. എന്തൊരു തെറ്റാണ്, എന്തൊരു കളവാണിത്. പടച്ചവനെ പേടിയില്ല. സഹോദരന്മാരെ, നമുക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുക, പരലോകത്തെ കുറിച്ച് ചിന്ത നമുക്കുണ്ടാകുക, കളവ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, പരിഹാസം അവസാനിപ്പിക്കുക. ഒരിക്കൽ ദുർമന്ത്രവാദത്തിനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏർപ്പാടിനോ പറഞ്ഞയക്കുന്നവരല്ല നമ്മുടെ സമൂഹത്തിലെ ഉറച്ച പണ്ഡിതന്മാരും. ഇപ്പോൾ പറയുന്നു, നോക്ക് നിങ്ങൾ, സക്കരിയ സ്വലയുടെ പ്രഭാഷണം കേൾക്കാൻ പോകാൻ പാടില്ല. സ്ഥാപനത്തിലെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോയാൽ നിങ്ങളെ പുറത്താക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ സുന്നി സഹോദരങ്ങൾ സമസ്തക്കാർ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ടോ? മടവൂരിൽ പോയി നമ്മൾ പറഞ്ഞിരുന്നോ നിങ്ങളത് കേൾക്കാൻ പോകാൻ പാടില്ല, കേൾക്കരുതെന്ന്? ചേകന്നൂരിൽ പ്രസംഗിച്ചപ്പോൾ നമ്മൾ പറഞ്ഞോ കേൾക്കരുത്? പക്ഷെ സക്കരിയ സ്വലയുടെ പ്രഭാഷണം മാത്രം കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറയാൻ എന്താണിത്ര ഭയം? എന്താണിത്ര ഭയം? സത്യം ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ ജനങ്ങൾ, രണ്ടും കേൾക്കട്ടെ, എന്നിട്ട് സത്യം മനസ്സിലാക്കട്ടെ.
അതുകൊണ്ട് ബുദ്ധിയുള്ള പടച്ചവന്റെ ഭൂമിയിൽ അവന്റെ വെള്ളം കുടിച്ച് വായു ശ്വസിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാം കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ, പ്രാമാണികമായി ചിന്തിക്കുവാൻ, പ്രമാണത്തിൽ സത്യം മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരാകുക എന്ന് മാത്രമാണ് പരിമിതമായ ഈ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളത്. എന്നോട് കുറെ സമയം സംസാരിക്കാൻ പറഞ്ഞ പക്ഷേ ഒന്ന് ആരോഗ്യം അനുവദിക്കുന്നില്ല, മറ്റൊന്ന് സഹം അനുവദിക്കുന്നില്ല. അള്ളാഹു സത്യത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنة محمد صلى الله عليه وسلم. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنة سنة محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ഈ പ്രസ്ഥാനത്തിൽ അരുതാത്തത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് റബ്ബേ സംഭവിക്കുക എന്ന ആകാംക്ഷയും ഉത്കണ്ഠയുമാണ് പല മുജാഹിദ് സുഹൃത്തുക്കൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ആഹ്ലാദത്തിന്റെ സംഗമമായി നമ്മൾ കാണേണ്ടതില്ല. ഒരു വീണ്ടു വിചാരത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലിന്റെയും ഒരു സ്വയം വിമർശനത്തിന്റെയും ഒക്കെ സന്ദർഭമായി നിങ്ങൾ ഇതിനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവുമായി 5-6 വർഷത്തെ വൈകാരിക ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ജാമിഅ നദവിയ്യയുടെ ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്ന 21ാം വാർഷികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. AP അബ്ദുൽ ഖാദിർ മൗലവി ജാമിഅ നദവിയ്യയെ ഏറ്റെടുക്കുകയും ജാമിഅയെ കൈപിടിച്ചുയർത്തി പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ ഞാൻ വരികയും ചെയ്തു. അന്ന് ഞാൻ എടത്തനാട്ടുകര മിഷ്കാത്തുൽ അറബി കോളേജിൽ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞ സമയമാണ്. ഉപ്പയോടൊപ്പം വന്നു, APയെ കണ്ടു, പലരെയും കണ്ടു. അങ്ങനെയാണ് ജാമിഅയിൽ വരണം, പഠിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായത്. എടത്തനാട്ടുകരയിൽ ഖതീബും സദർ മുഅല്ലിമും ഒക്കെയായി ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഞാൻ ഇങ്ങനെ പോയാൽ ആള് മൗലവിയൊക്കെ ആകും, പക്ഷേ ഇൽമു വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് കൂടുതൽ ഇൽമു നേടാൻ വേണ്ടി ഈ എടവണ്ണ ജാമിഅയിൽ വന്നത്. മാഷാ അല്ലാഹ്, നല്ല അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. അലി അക്ബർ മൗലവി ഉണ്ട്, സലാം സുല്ലമി ഉണ്ട്, സലഫി ഉണ്ട്, ബാഖവി ഉണ്ട്, അസീസ് മദനി ഉണ്ട്, AP ഉണ്ട്. അങ്ങനെ പലരും നമുക്ക് എല്ലാ അർത്ഥത്തിലും നല്ലൊരു ടീമായിരുന്നു. NV സക്കരിയ മൗലവി ഉണ്ട്. പിന്നെ ഓരോരുത്തരായി പോയി. സക്കരിയ മൗലവി അരീക്കോട്ടേക്ക് പോയി, സലഫി അരീക്കോട്ടേക്ക് പോയി. പിന്നെ അങ്ങനെ ഓരോരുത്തരായി പോയി. 84 മുതൽ 89 ഞാൻ ഇവിടുന്ന് സലാഹി ബിരുദവുമായി പുറത്തിറങ്ങുന്നത്. ആ 6 വർഷം എടവണ്ണ മേഖല MSMന്റെ ഭാരവാഹിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ യൂണിറ്റുകളിലും എനിക്ക് പരിചയമുണ്ട്. ഈ പരിസരത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗവും ക്ലാസും ഖണ്ഡന പ്രസംഗവും ഒക്കെ ഞാൻ നടന്നിട്ടുണ്ട്. ചമ്പക്കുത്ത് ഖത്തീബായിരുന്നു, സദർ മുഅല്ലിമായിരുന്നു, വദായിൽ സദർ മുഅല്ലിമും ഖത്തീബുമായിരുന്നു, പത്തിരിയാലിന് ഖത്തീബായിരുന്നു, അതുപോലെ മഞ്ചേരി മേലാക്കത്ത് ഖത്തീബായിരുന്നു. അങ്ങനെ ഈ പ്രദേശവുമായി വളരെ വൈകാരിക ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ
ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിവൃത്തിയില്ല. ഇങ്ങനത്തെ ഒരു യോഗം സംഘടിപ്പിച്ച് നമുക്കിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ മൈക്ക് കെട്ടി ജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തു ചെയ്യാനാണ്? നാം ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്ന സംഗതികളാണല്ലോ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമല്ല. അധികാരം കയ്യിലുള്ളവർക്ക് നിഗൂഢ പ്രവർത്തനങ്ങളിലൂടെ, ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ അധികാരം പിടിച്ചെടുത്തവർക്ക് അവരധികാരം പിടിച്ചെടുക്കുമ്പോൾ തന്നെ പ്രചരിപ്പിച്ചിരുന്നു, ഞങ്ങൾ അധികാരം കിട്ടിയാൽ ഒന്നാമത്തെ പണി സക്കരിയ സലാഹിനെ പുറത്താക്കലാണ്. അതവർ ചെയ്തു. അതിനുവേണ്ടി അവർ കരുക്കൾ നീക്കി. അതിനുവേണ്ടി അവർ പലതും എഴുതി തയ്യാറാക്കി, പല ചാരപ്പണികളും നടത്തി. ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പുറത്തു നിൽക്കാം. പക്ഷേ അതല്ല പ്രശ്നം. പുറത്താക്കിയ എന്നെ ശിർക്കാരോപിച്ചു. പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുത്തു. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി. ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണെന്ന് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് ഒപ്പിടുന്നില്ല. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കി, അദ്ദേഹത്തിന് പുറത്തു പോവുക തന്നെ വേണമെന്ന് വാശി പിടിച്ചു പോയതാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. അതുമാത്രമാണോ? എന്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, പത്രങ്ങളിലൊക്കെ ഞാൻ മുസ്ലിക്കാണെന്ന് അറിഞ്ഞപ്പോ, ഞാൻ ശിർക്കിലേക്ക് പോയി എന്നറിഞ്ഞപ്പോ മുജാഹിദ് പ്രവർത്തകർ പലരും വേദനിച്ചു. കഴിഞ്ഞ 25 കൊല്ലമായി പ്രസംഗരംഗത്തും 30 കൊല്ലമായി സംഘടനാ രംഗത്തുമുള്ള എന്നെ ഇങ്ങനെ ആക്ഷേപിച്ച് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ, എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടാൻ പറ്റുമോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തി. ആളുകൾ ചോദിച്ചു, ഇനിയും നിങ്ങൾ അടങ്ങിയിരിക്കുകയാണോ? ഞാൻ അപ്പോഴും മിണ്ടിയില്ല. കഴിഞ്ഞ 5 മാസത്തോളം എന്നെ പുറത്താക്കി, വിലക്കി, ഖുതുബ മാത്രം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പലപ്പോഴും വരെ പോയി കണ്ടു, സംസാരിച്ചു, ചർച്ച ചെയ്തു. പക്ഷേ അതിനടക്കം തിരിച്ചെടുക്കും, പ്രശ്നങ്ങൾ തീരുമെന്ന പ്രതീക്ഷയിൽ പലരും വിളിച്ചെങ്കിലും ഞാൻ പോയില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ജനാധിപത്യ രാജ്യമല്ലേ, ഞങ്ങൾ സ്റ്റേജ് കെട്ടി തരാന്ന് പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് സംഘടനയ്ക്കെതിരായിട്ട് സംഘടനയിൽ എന്നെ കൊണ്ട് ഇനി ഒരു പിളർപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. നാട്ടിലാകെ എന്നെ കുറിച്ച് ശിർക്കാരോപണം നടത്തുകയും മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദി ആദർശത്തിൽ 2012 മുതൽ പുതിയ തിരുത്തലുകൾ കൊണ്ടുവരികയും ചെയ്തു. ആ തിരുത്തൽ എല്ലാവരും അംഗീകരിക്കണം. അതാണ് പ്രശ്നം. 2012 പുതിയ തൗഹീദ് അബ്ദുറഹ്മാൻ സലഫിയും മൂവർ സംഘവും ഉണ്ടാക്കിയ തൗഹീദ് ഞാൻ അംഗീകരിക്കണം. ഞാൻ മാത്രമല്ല, ഈ പ്രസംഗിക്കുന്നവരൊക്കെ ഇത്രകാലം ശിർക്കല്ല എന്ന് പ്രസംഗിച്ച് എവിടെയാണ് ശിർക്ക് എന്ന എതിരാളികളെ വെല്ലുവിളിച്ച് നടന്നിരുന്ന ഒരു കാര്യം, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ എതിരാളികളുടെ വാദം ശരിയായിരുന്നു. 2007 മുതൽ മണവൂരികൾ പറഞ്ഞത് ശരിയായിരുന്നു, 2007 മുതൽ ഹുബൂരികൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന തലതിരിഞ്ഞതും ലജ്ജാബഹവുമായ ഒരു പുതിയ വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയും അത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം, അല്ലാത്തവന് സംഘടനയിൽ നിർത്തുകയില്ല എന്ന ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഈ 2 കാരണം കൊണ്ടാണ് സുഹൃത്തുക്കളെ എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നത്. എടവണ്ണയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ജാമിയയുടെ പഴയ ചരിത്രവും ഓർക്കാൻ എനിക്ക് സമയമില്ല. ഒരുപാട് ഓർക്കാനുണ്ട്. ഏതായിരുന്നാലും ഇന്ന് ജാമിയ നമ്മുടെ എല്ലാവരും വളരെയേറെ നമ്മുടെ സകാത്തും സദഖയും ഒക്കെ കൊടുത്ത് നടത്തുന്ന നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായ ആ ജാമിയ ഒരു ഫോക്കസിന്റെ താവളമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പിന്റെ കേന്ദ്രമായി അബ്ദുറഹ്മാൻ സലഫി അതിനെ മാറ്റിക്കഴിഞ്ഞു. എന്റെ അധ്യാപകൻ കൂടിയായ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം അങ്ങോട്ട് അരീക്കോട്ടേക്ക് പോയെങ്കിലും പിന്നീട് ഒരു ഘട്ടത്തിൽ ജാമിയയുടെ മുദീറായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തു. തന്റെ ലൈനിൽ നിൽക്കുകയില്ല എന്ന് തോന്നുന്നവരെയൊക്കെ അദ്ദേഹം പുകച്ചു പുറത്തിയാടിച്ചു. അബൂബക്കർ സലഫിയെ പുകച്ചു പുറത്തിയാടിച്ചു. ഷമീർ മദീനി, ഹംസ മദീനിയെ പുകച്ചു പുറത്തിയാടിച്ചു. ഹദീസ് കോളേജ് തന്നെ പൂട്ടി. നാട്ടുകാരെങ്കിലും ചോദിച്ചോ എന്തിനാ ഹദീസ് കോളേജ് പൂട്ടിയത്? എന്നിട്ട് ഒരു മാന്യദേഹം അവിടെ ഹദീസ് കോളേജ് പൂട്ടി അതിന്റെ അധ്യാപകരൊക്കെ പുറത്താക്കിയപ്പോ നമ്മളൊരു ഹദീസ് കോളേജ് വേറെ സ്വതന്ത്രമായി തുടങ്ങാം
അങ്ങനെ ഇതിന്റെ കണക്കുകൾ നോക്കി കുട്ടികൾക്ക് നല്ല തുക സ്റ്റൈപ്പൻഡ് കൊടുത്ത് അധ്യാപകരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അങ്ങനെ 1.5 ലക്ഷത്തോളം രൂപ ഒരു മാസം ചെലവ് വരുമെന്ന് കണക്കാക്കി. ഒരു മാന്യ വ്യക്തി പറഞ്ഞു, ഞാൻ വഹിച്ചോളാം, 1.5 ലക്ഷം ഞാൻ തരാം, മാസം നിങ്ങൾ നടത്തിക്കോളൂ, ഭംഗിയായി നടത്തിക്കോളൂ. പക്ഷേ ഉത്തരവാദപ്പെട്ട ചില നേതാക്കളോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സംഘടനയ്ക്ക് ഒരു ഭാരമല്ല, അതിന്റെ ഗുണം സംഘടനയ്ക്ക് കിട്ടുകയും ചെയ്യും. തുടങ്ങാൻ പാടില്ല, അത് ജാമ്യയിൽ തുടങ്ങും, ഇക്കൊല്ലം തന്നെ തുടങ്ങും. തുടങ്ങിയില്ല. പിന്നെ തൊട്ടടുത്ത കൊല്ലം തുടങ്ങി. എങ്ങനെ തുടങ്ങിയത്? കോഴിയെ നോക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ. ഹദീസ് കോളേജ് ആ പേര്. ഹദീസ് നിഷേധികളാ പലരും അധ്യാപകർ. ഹദീസിനെ പുച്ഛിക്കുന്ന, ഹദീസിനോട് മതിപ്പില്ലാത്ത, മുഹദ്ദിസീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ. ഒന്ന് ബച്ചീരി ഹംസബാഖവി, അയാളെ നിലപാടെന്താണെന്നറിയോ? ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയും അദ്ദേഹത്തിന്റെ ഹദീസിനോടുള്ള സമീപനവും അദ്ദേഹം പറയുന്നത് ഷിയ നിലപാടാണ്. അയാൾ ഷിയ സലഫിയാണ്. ഷിയ സലഫിസമാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. എന്ത് കുട്ടികൾക്കിടയിൽ അൽബാനിയെ ചീത്ത പറയത്തെ ദിവസം അയാളെ ക്ലാസ് ഉണ്ടാവില്ല. എല്ലായിടത്തുനിന്നും, പള്ളിയിലും കോളേജിൽ നിന്നും ഒക്കെ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറഞ്ഞ ലോകം ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ്. ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ ഏതൊരു അറബി ഗ്രന്ഥം എടുത്ത് നോക്കിയാലും ഒരു ഹദീസ് കൊടുത്താൽ അടിയിൽ ടിപ്പണി ഉണ്ടാവും, സഹഹുൽ അൽബാനി, അൽബാനി അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വളഅഫഹുൽ അൽബാനി, അൽബാനി അത് ലഈഫാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്നിങ്ങനെ ഇത് ഗ്രന്ഥത്തിന്റെ ഒരു മാറ്റം കൂട്ടുന്നതായിട്ടാണ്. പുറത്ത് തഖ്രീജ് ഷെയ്ഖ് അൽബാനി എന്ന് കണ്ട വിദ്യാർത്ഥികൾ വാങ്ങിപ്പോകും. അങ്ങനെയുള്ള മഹാനായ ഒരു പണ്ഡിതനെ ചീത്ത വിളിക്കുന്ന ഒരാൾ ഹദീസ് കോളേജിൽ ക്ലാസ് എടുക്കുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പരിഹസിക്കുന്ന, താടി നീട്ടിയവരെ പരിഹസിക്കുന്ന, താടി കറുപ്പിച്ചു വരുന്ന, വസ്ത്രമൊക്കെ നിര്യാണ്ടതായി പോയാലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള ചില ബാഖവിമാരും ഒക്കെയാണ് അവിടുത്തെ അധ്യാപകർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ഹദീസ് കോളേജ്. ഇരിക്കട്ടെ, അതിലെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജാമിഅ എന്ന് പറയുന്ന നമ്മളൊക്കെ വളരെ ഇഷ്ടത്തോടെ കാണുന്ന പല സംഗതികളും അവിടെ ഇല്ല. ജാമിയയിൽ അധ്യാപകരെ കാര്യം എടുത്ത് നോക്കാൻ നിങ്ങൾ ഇപ്പൊ എന്റെ അധ്യാപകരിൽപ്പെട്ട അബ്ദുസലാം സുല്ലമിയുടെ സഹോദരൻ, ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഇപ്പോഴും ഞാൻ വിളിക്കും, ഫ്രണ്ട്ലി ഞങ്ങൾ സംസാരിക്കും. ഭാഷാപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാക്കർത്ഥത്തിനൊക്കെ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹം അന്നും ഇന്നും നമ്മളോട് പറയും, നിങ്ങളൊക്കെ എന്ത് സലഫിയാടോ? അല്ല, നിങ്ങളെന്താ ഹുവാനിസ് ആരോപിക്കണത്? അയാൾക്ക് എന്ത് ഹുവാനിസ് അറിയാം? യഥാർത്ഥ ഹുവാനി ഞാനാണ് എന്ന് അദ്ദേഹം പറയാം. ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. ആദർശപരമായി ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും കൊളത്തും. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പ്രശ്നമല്ല, അദ്ദേഹത്തോട് നിലനിർത്തി പോകുന്നുണ്ട്. കാരണം എന്താ? അബ്ദുറഹ്മാൻ സലഫി ഇഷ്ടപ്പെട്ട ആളായാ ഏത് ആദർശാണെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ സലഫിക്ക് ഇഷ്ടല്ലേ ഏത് ആദർശക്കാരനെയും അവിടെ നിർത്തൂല. നോക്കിങ്ങള് ഖബറുൽ വാഹിദ് നമുക്ക് പറ്റൂല എന്ന് മാഷന്മാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം. ഇനി ഇത് മാത്രാണോ? ജാമിഅ നദവിയെ ഉപയോഗപ്പെടുത്തി മജല്ലത്തു സ്വലാഹ് എന്ന ഒരു മാസിക അവിടുന്ന് ഇറക്കിയിരുന്നു അറബിയിൽ. അതിൽ വന്ന എഡിറ്റോറിയൽ കോളത്തിൽ വന്ന ലേഖനങ്ങളൊക്കെ ഒരു ബുക്കാക്കി. എന്നിട്ടെന്താ? അബ്ദുറഹ്മാൻ സലഫിയുടെ ബുക്ക്. അബ്ദുറഹ്മാൻ സലഫി എഴുതിയതാണതൊക്കെ. ഇത് അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ വായനയും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ അദ്ദേഹത്തിന്റെ അവഗാഹവും അറിയിക്കുന്നു. ഒക്കെ അബ്ദു മൗലവി മറ്റേ ഫാറൂഖി എഴുതിയതാ. എന്തിനാ ഇതൊക്കെ? മാത്രല്ല ഇത് കണ്ട അൽ ഫുർഖാൻ മജല്ലത്തുൽ ഫുർഖാൻ എന്ന് പറയുന്ന കുവൈത്തിൽ ഇറങ്ങിയുന്ന ഇത് 2011 കൊടുത്തതാ. അൽ ജാമിഅത്തുൻ നബവിയ്യ ബിൽ ഹിന്ദ് തഹദീഫ് ഇലാ തഖ്രീജുൽ ഉലമാഇ വൽ മുഫക്കിരീന വദ്ദുആത്ത്. ഇതിന് തുടക്കം തന്നെ എന്താ? ഡോക്ടർ അബ്ദുറഹ്മാൻ സലഫിനാണ്. നോക്കണങ്ങള് അക്കദ ദുക്തൂർ ഉസ്താദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് സലഫി മുദീറുൽ ജാമിഅ. ജാമിഅന്റെ മുദീറായ ഡോക്ടർ ആൻഡ് പ്രൊഫസർ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ഒരുപക്ഷെ പറയും ഞാൻ കൊടുത്തതല്ല വന്നതാണ്. തന്നെ ഹുസൈൻ മടവൂരും പറഞ്ഞിരുന്നു. ഹുസൈൻ മടവൂരിന്റെ അതേ കളി മാത്രമല്ല അതിന്റെ കമ്മിറ്റിക്കാരെ പറ്റി പറഞ്ഞേക്കണം.
വതുദീറുൽ ജാമിഅത്തുൻ നബവിയ്യത മജ്ലിസുൻ യുഅറഫു ബിഅമാനത്തിൽ ജാമിഅത്തിൻ നബവിയ്യ. ജാമിഅ നബവിയ്യ ട്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ ഭരണം നടത്തുന്നത്. വതുഅയ്യന അലാഹ നദൂത്തുൽ മുജാഹിദീൻ ബി കേരള ഫി കുല്ലി 4 സനവാത്ത്. എല്ലാ 4 കൊല്ലം കൂടുമ്പോൾ നദൂത്തുൽ മുജാഹിദീനാണ് ഇതിന്റെ കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത്. മിമ്മൻ ഉരിഫു ബിസലാമത്തിൽ അഖീദത്തി വൽ മൻഹജി വസ്സുലൂക്. നല്ല തെളിഞ്ഞ അഖീദയുള്ള, നല്ല മൻഹജുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ഇസ്ലാമിക പെരുമാറ്റമുള്ള ആളുകൾ. ഓരോ കമ്മിറ്റിക്കാരും എടുത്തു നോക്കിയാൽ മതി എങ്ങനെയുണ്ട്. പച്ച നോണ എഴുതി വിടണ്ടേ? ഇങ്ങനെ എന്തെല്ലാം സുഹൃത്തുക്കളെ, ഇതൊക്കെ ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാ. ഇത് മാത്രം എന്റെ നാട്ടിലെ ചെറുപ്പക്കാരൻ പോലെ ജോലി ചെയ്യുന്നുണ്ട്. അയാൾക്ക് എന്താ പണി? KNM ISM നേതാക്കന്മാരെയും ദായികളെയും പറ്റിയൊക്കെ ഇങ്ങനെ പല പുരാതി ക്ലാസ്സിൽ പോയി പറയാ. അവർക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുക. എന്തൊക്കെ ആരോപണങ്ങളാ ചെറുപ്പം നടന്ന് പറയുന്നറിയോ? പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ നാവിന് അത്രയും ചീപ്പാകണ്ടെന്ന് വിചാരിച്ചിട്ടാ. വേറൊരുത്തനുണ്ട്, എന്റെ ജൂനിയറായി പഠിച്ചൊരു സലാഹി. അയാള് ക്ലാസ്സിൽ ചെന്നാൽ ഞാനാ വിഷയം. ക്ലാസ്സിൽ ചെന്നിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയലാ പണി. അപ്പൊ അത് യഥാർത്ഥത്തിൽ കോക്കസിന്റെ കേന്ദ്രം. ഏതെങ്കിലും ഒരു കുട്ടി വരെ ഈ കോക്കസിനെ എതിർത്തോ കുട്ടി ഔട്ട്. പല കുട്ടികളെയും പുറത്താക്കി. കുട്ടികൾക്കൊക്കെ പരസ്പരം വിശ്വാസമൊക്കെ ചാരപ്പണിയാ. ഒരു കുട്ടിന്റെ കുറ്റം മറ്റേ പറഞ്ഞുകൊടുക്കുമ്പോൾ അവരുമായി പറഞ്ഞു. എന്തൊരു സ്നേഹത്തിലും സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ജാമ്യം പഠിക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പാണ് അവിടെ കുട്ടികൾക്കിടയിൽ. ചാരപ്പണിയാണ്. എന്നിട്ട് അത്രയും മാസം ഒറ്റ കൊടുക്കും. ഈ കുട്ടി അങ്ങനെയാണോ മറ്റോ എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്നതൊക്കെ എന്താ? ഇയാൾ അവിടെ ചിന്നു ചെയ്താലൊക്കെ ഇയാൾ പറഞ്ഞു തന്നെ എല്ലാവരും കേട്ടോളണം. അബൂബക്കർ സലഫി പറഞ്ഞു അയാൾക്കൊന്നും ആ വിഷയം പറയാൻ പാടില്ല. വേറെ ആരും പറയാൻ പറ്റില്ല. അയാൾ എന്താണോ ചിന്ന് അതാണ് അയാൾ. അങ്ങനെ സ്വന്തം ആദർശവും സ്വന്തം ലൈനും അതൊക്കെ തിരക്കടില്ല. അവനാന്റെ വീട്ടിൽ നിന്നുള്ള പൈസ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ അങ്ങനെയൊക്കെ നടത്താം. മുജാഹിദുകളുടെ സകാത്തും സദഖയും കൊടുത്ത് മുജാഹിദുകളുടെ ഒരു പൊതു സ്ഥാപനമായിട്ട് ആളുകൾ വന്ന സ്ഥാപനം തന്റെ തന്നിഷ്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സുഹൃത്തുക്കളെ ഇപ്പോഴുള്ളത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാം, എനിക്കൊരു വിദ്വേഷം ഉണ്ടായിട്ട് പറയല്ല. ഈ സ്ഥാപനം ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഈ നാട്ടുകാരും ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളും വളരെയേറെ ത്യാഗം ചെയ്ത് വളർത്തിയെടുത്തൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതാ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഫോട്ടോസ്റ്റാറ്റുകളും വിതരണം ചെയ്ത് എന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നത്. എന്നാലും കുട്ടിന്റെ അടുത്ത് വന്നിട്ട് കുറേ ഫോട്ടോസ്റ്റാറ്റൊക്കെ തന്ന് ലജ്ന ദായിമയുടെ ഫത്വ തെറ്റിദ്ധരിപ്പിച്ചത് എന്നെ കുറിച്ച് അവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തനത്തിന് കേന്ദ്രമായി ജാമിഅ നബവിയ്യ മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു പതിപ്പിനാണ് ഇപ്പൊ വിചിന്തനത്തിൽ കണ്ടില്ലേ നിങ്ങൾ? വിചിന്തനത്തിലെ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? എന്താ TV പറയുന്നത്? അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അന്ധവിശ്വാസങ്ങൾ തിരിച്ചുകൊണ്ട് മുജാഹിദിക്കാൻ അനുവദിക്കില്ല TP. 2002 മടവൂരികൾ പറഞ്ഞ അതേ വാക്ക് ഇനിയിപ്പോ ശബാബ് മതിച്ച് വിചിന്തനത്തിന്റെ ആവശ്യമല്ല. അവരന്ന് പറഞ്ഞത് അതേപോലെ ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഇവിടെ ഒരു മുഖാമുഖ നാടകം നടന്നു. രാവിലെ 10 മണിക്കാണ് തുടങ്ങിയിട്ട് രാത്രി 1 മണി വരെ കേരളത്തിന്റെ നാനാഭാഗത്തും വണ്ടിയെടുത്ത ആളുകൾ വന്നു. മുശ്രിക്കാക്കൽ സമ്മേളനം തനിച്ച ഗ്രൂപ്പ് പരിപാടിയായിരുന്നു. അതിനെക്കുറിച്ച് അബ്ദുറഹ്മാൻ സലഫി CD ടവറിലെ ഒരു മീറ്റിംഗിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഗൾഫ് പ്രവർത്തകരുടെ ഒരു മീറ്റിംഗില് അതൊരു സമാജാണ്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കുന്നു മാത്രമേ ഉള്ളൂ. സമാജം രാവിലെ 10 മുതൽ രാത്രി 1 മണി വരെ ഉണ്ടാകുമോ? അതിന് വീഡിയോ ക്യാമറ ഏൽപ്പിക്കോ? അതിന് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് എറണാകുളത്തൊക്കെ വണ്ടി വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു സമാജം നടക്കാണ് അവിടെ. സമാജമാണോ നടന്നത്? അപ്പൊ കളവല്ലേ പറഞ്ഞത്? കളവല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളോട്? ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളും കളവ് പ്രചാരണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിചിന്തനത്തിൽ കണ്ടില്ലേ കളവ് നേരത്തെ വായിച്ചത്? പുഴയിൽ വീടുന്ന് മരിക്കണ നേരത്തെ ചിന്നിനെ വിളിക്കാതെ സക്കറിയ സലാഹി പറഞ്ഞിരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തായി ഇത് പച്ചനോണം അച്ചടിച്ചു വിടല്ലേ? ഇത് നാളെ പരലോകത്ത് വരുന്ന ഈ കെ പന്നൂർ എഡിറ്ററായ വിചിന്തനം ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇപ്പോഴത്തെ വടകര സക്കറിയ സലാഹിയെ പുറത്താക്കിയത് സ്വാഗതം ചെയ്തു വടകര KNM കമ്മിറ്റി. അവിടെ പ്രശ്നം നടക്കുക ആകെ. കാരണം അങ്ങനെ പ്രമേയം അവിടെ പാസ്സാക്കിയിട്ടില്ല. അപ്പൊ അതിൽപ്പെട്ട ഇയാളെ കോൺഗ്രസിൽപ്പെട്ട ആരോ ഉപയോഗപ്പെടുത്തിയിട്ട് കൊടുപ്പിച്ചതാണ്. സക്കറിയ സലാഹിയെ പുറത്താക്കിയിട്ട് ആരെങ്കിലുമൊക്കെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അത് വടകരക്കാരെ കൊണ്ടൊന്ന് സ്വാഗതം ചെയ്യിപ്പിക്കാൻ യോഗത്തിൽ നടന്നില്ല.
എന്നിട്ട് അവിടെ പുതിയ ഫിത്തന. അപ്പൊ അതിന്റെ പേരിൽ അവിടെ ഫിത്തനയായി. ആളുകൾ നമ്മൾ യോഗത്തിൽ തീരുമാനം എടുക്കാത്ത എങ്ങനെ വിചിന്തനത്തിൽ വന്നു നോക്കിയായി. അതുപോലെ ചിന്തായി സ്വാഗതം ചെയ്തു. എന്നാൽ എന്നെ തിരിച്ചെടുക്കണമെന്ന് പ്രമേയം പാസാക്കി അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു രാജ്യത്ത് ഒന്നാഴ്ച ഇസ്ലാഹിസത്തുകൾ കൂടി കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തു സക്കരിയ സലാഹിയെ നിരുപാധികം തിരിച്ചെടുക്കണം. അത് വിചിന്തനത്തിൽ വന്നില്ല. അബ്ദുറഹ്മാൻ സലഫിയെ പുറത്താക്കണം സംഘടന, അയാളാണ് ഇതിന്റെ മുഴുവൻ ഫിത്തന എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഹിസത്തിന്റെ പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട്. അത് വിചിന്തനത്തിൽ വരൂല. കാരണം ഈ കോക്കസിന്റെ കയ്യിലാ വിചിന്തനം. ഇത് മാത്രല്ല പോയി കണ്ട അൽമനാറില് നമ്മളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രബോധനത്തിൽ പണ്ട് വന്നു മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർത്തും ഒരു കാലത്തും ബാർബത്ത കലങ്ങൾ തരോടിയില്ലാത്ത താടി രോമങ്ങളും ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന ആറാക്കിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. 1992 ജൂൺ മാസം 27 പ്രബോധനത്തിൽ വന്നതാണ്. എത്ര സ്ഥലത്ത് അവിടെ വിമർശിച്ചു. താടിയെ കളിയാക്കുന്ന, അതുപോലെ തന്നെ വസ്ത്രം കയറ്റി പരിഹസിക്കുന്ന വരികൾ. പക്ഷെ നിങ്ങൾ നോക്കൂ, 2012 ജൂൺ അൽമനാറിൽ പേജ് 25 വിജ്ഞാനവും പണ്ഡിതധർമ്മവും എന്ന പേരിൽ സിബുഗത്ത് പാലാമേട് എന്നൊരാള്. അയാളെ കാണുമ്പോ തന്നെ അറിയാം, അയാളെ താടി തന്നെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അയാളെ കോലെന്താണ്. അയാൾ പറയാണ്, മുട്ടോളമെത്തുന്ന വസ്ത്രവും വെട്ടിയൊതുക്കാത്ത താടിയും ആരെയും ആകർഷിക്കുന്ന തലപ്പാവും എന്ത് വിഡിത്തങ്ങളും വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടിയും ഉണ്ടായാൽ പണ്ഡിതനായി എന്നാണ് സാധാരണ ജനങ്ങളും ഇത്തരം വേഷധാരികളും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ഖുറാഫി പണ്ഡിതന്മാരെ പറ്റിയല്ല. അവരാരും നീണ്ട താടി വെക്കാറില്ല. തലപ്പാവ് കൂട്ടിയത് ഞാൻ ഖുറാഫികളെ പറ്റിയാന്ന് പറയാൻ വേണ്ടിയാണ്. ഈ നോക്കിക്കോ, അതേ ആള് തന്നെ വീണ്ടും എഴുതുകയാണ്. ഒരു പ്രശ്നമല്ല, 2011 ജൂലൈയിലും എഴുതി. ചില ജാടകളിലാണ് ആധുനികർ ഈമാൻ പരത്തുന്നത്. നീട്ടി വളർത്തി കത്തിയൊക്കാത്ത താടി രോമങ്ങളും നീളം കുപ്പായും ഒട്ടോളമെത്തുന്ന ഉടുതുണിയും ഉണ്ടായാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് പലരും ധരിക്കുന്നു. ഇത് അൽമനാറിലാണ് വന്നത്. ഈ രീതിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം അധപ്പതിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹദീസ് നിഷേധവും കൊണ്ടു നടക്കുന്ന ചേകനൂരിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മടവൂരികളുടെ ലൈൻ സ്വീകരിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നതാണ്. അത്തരം ആളുകളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന അബ്ദുറഹ്മാൻ സലഫിയാണ്. ഇപ്പൊ കെ സി നിയമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം, താടിയെ പരിഹസിക്കുന്ന പ്രസംഗം, വസ്ത്രം കയറ്റിയെടുത്തതിനെ പരിഹസിക്കുന്ന പ്രസംഗം, സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ പരിഹസിക്കുന്ന പ്രസംഗം, ഈ പ്രസംഗങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നമ്മളെ പരിഹസിക്കുകയാണ്. നിങ്ങൾ ആളല്ലേ അറിയുന്നത് എഴുതുന്നത് എന്നൊക്കെ. പക്ഷെ അയാൾക്ക് പ്രശ്നമല്ല. അയാൾ ഇപ്പോഴും ആസ്ഥാന ദായിയാണ്. CD ടവറിൽ ആസ്ഥാന ദായിയാണ് അദ്ദേഹം. ഓരോ ആഴ്ചയിലും നടക്കുന്ന പ്രതിവാര ക്ലാസുകളിൽ ആളുകൾ വേദനിക്കുകയാണ് ഇയാളെ കൊണ്ടുള്ള ഷെറ്. അപ്പൊ വീണ്ടും പ്രസംഗിക്കും. ഈ കോക്കസാണ് CD ടവർ ഭരിക്കുന്ന ഒരു ഉപജാപക സംഘം. അവരാണ് CD ടവർ കൈയടക്കിയിട്ടുള്ളത്. ആലോചിച്ചോക്ക്, 10 സെക്രട്ടറി അപ്പോ KPCC 2002 പിരിഞ്ഞതിന് ശേഷം വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ മരുന്നിനായി 10 സെക്രട്ടറി. CD ടവർ പോയി 10 ചേംബറാ. ഈ 10 ചേംബറും 10 സെക്രട്ടറി ഒക്കെ ഉണ്ടാകുന്ന ഓരോരുത്തർക്ക് വകുപ്പ് കൊടുക്കാനില്ലെന്നിട്ട് ഇപ്പൊ പിരിഞ്ഞ ഉടനെ ആ 2002 മുതൽക്കുള്ള ഓരോരുത്തർക്ക് വകുപ്പില്ലാത്ത അനൗപചാരിക വിദ്യാഭ്യാസം ഒരാളെ വകുപ്പാ. എന്തെന്നാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസം? ഖുർആൻ പരിഭാഷ ഇയാള് പരിഭാഷ എഴുതുന്ന അല്ല. മാനിമോലി എഴുതിയ പരിഭാഷ ഒന്ന് റീപ്രിന്റ് ചെയ്യാൻ പ്രസ് കൊടുക്കുന്ന പണി. അപ്പൊ അങ്ങനെ കുറെ സ്ഥാനമോഹികളും കുറച്ച് കൂട്ടിക്കെട്ടി ഈ പ്രസ്ഥാനത്തെ എന്തിലൊക്കെയോ ആക്കി തീർത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് ഈ യോഗങ്ങൾ, ഇതുപോലുള്ള ആദർശ വിശദീകരണ യോഗങ്ങള് അത് തടയാനും അതിനാളുകൾ പോകാതിരിക്കാനും വേണ്ടി എന്തൊക്കെയാ സ്വീകരിക്കുന്നത്? പോസ്റ്റർ കീറുക. എവിടെ? പുളിക്കല്. നമ്മളെ തറവാട്ടില് ചാലിയത്ത് കോഴിക്കോടൊക്കെ നമ്മളെ പോസ്റ്റർ കീറുക. ഖുറാഫികളല്ല, പച്ച കേന്നന്മാര്. അത് മാത്രോ പെർമിഷൻ മുടക്കുക. ഇപ്പൊ 1:30 വരെ അബ്ദുറഹ്മാൻ സലഫി കോക്കസും പുളിക്കൽ പ്രസംഗിച്ചു. പക്ഷെ ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ 9:30 മണിക്ക് തുടങ്ങി പോലീസ് ശല്യപ്പെടുത്തി. കാരണം ഇയാൾക്ക് ഫോണിങ്ങനെ വരികയാണ്. 10 മണിക്ക് നിർത്തണം. അവസാനം നമ്മൾ നിർത്തി. അല്ലാതെ വേണ്ടുകൊണ്ട് പിറ്റേന്ന് കൂടി പെർമിഷൻ ഉണ്ടായതുകൊണ്ട് പിറ്റേന്ന് കൂടി 3 മണിക്കൂർ പറയാൻ. അന്നും 10 മണിക്ക് നിർത്തി. 1.5 മണിക്കൂറാണ് കൂടി. ഒരു പ്രശ്നമല്ല. പെർമിഷൻ മുടക്കാൻ നോക്കുക. പരിപാടി കേൾക്കാൻ വരുന്നതിനെതിരെ എന്തൊക്കെ നടപടിയാ? കണ്ണൂരിൽ വിശദീകരണം നടത്തുമ്പോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വകയത്തിൽ ക്യാമറാമാൻ പെരുന്നോലെ ഫോട്ടോ എടുക്കുക. ഒരാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളെ സമ്മതം വേണമെന്ന് നിയമമുള്ളതാണ്. ഇങ്ങനെ എടുക്കാം. ആരൊക്കെ ഇതിന് വരുന്നത് നോക്കാൻ നാണമുണ്ടോ ഇവർക്ക്?
ഇവർക്ക്. ഡോക്ടർ സുൽഫിക്കർ അലിയെ പോലെ വലിയ ഉന്നത ചിന്തകന്മാരൊക്കെ ഉള്ള കമ്മിറ്റിയാ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. എന്റെ യോഗം കേൾക്കാൻ വന്നതിന്റെ പേര് ഡോക്ടർ സുൽഫിക്കർ ട്രസ്റ്റ് മെമ്പറായ പള്ളിയിൽ നിന്ന് ഇമാമിനെ പുറത്താക്കി. അയാൾ കുറച്ചേരം വന്നു പോയിട്ടുള്ളൂ. മകരിബിക്ക് ശേഷാക്കൊക്കെ അയാൾ അവിടെ ഉണ്ട്. എന്നിട്ട് കുറച്ചേരം വന്നു പോയി അവിടെ ഇന്ന് കേട്ടിട്ട് കൂടില്ല. അതിന് പിറ്റേന്ന് തന്നെ അയാൾ പുറത്താക്കി. മാത്രല്ല ഈ ക്യാമറാമാൻ്റെ അടുത്ത് വെച്ച ആളുകൾ എടുക്കണ ഫോട്ടോ അടുത്ത ആളുകൾ എടുക്കണ ഫോട്ടോ. കാരണം മുജാഹിദ് പ്രസ്ഥാനം കൊണ്ട് ആരും ജീവിക്കണമെന്നില്ല. നേതാക്കന്മാരെല്ലാം ജീവിക്കണമെന്നറിയില്ല. സാധാരണക്കാരൻ സ്വന്തം കീശത്ത് പൈസ എടുത്തിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ പോയി ഞങ്ങൾ അടുത്തതിന് എടുക്കൂല, നമ്മളെ പുറത്താക്കുന്നതാണ്. ഉമ്മാനെയും ബാപ്പാനെയും നാട്ടുകാരെയും മഹലിനെയും ഒഴിവാക്കിയാ വന്നവരാ. പിന്നെ ഇപ്പൊ നാലാളെ നിലക്ക് ആർക്ക് വിലണ്ട്? ഈ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും വില വെക്കുക? ചിന്തിച്ചുകൂടെ? ഒരു സഹോദരൻ അവിടെ കയറി, അവിടെ വന്നു, കേറാൻ നോക്കുമ്പോൾ കേറാൻ പാടില്ല. അവൻ പറഞ്ഞ എന്റെ ഉമ്മാനിപ്പാനി ഒഴിവാക്കി പോന്നാ വിചാരിക്കും നിങ്ങളെ വിലക്ക് എന്ന് പറഞ്ഞത് സുഖമായി അവിടെ കയറിയിരുന്നു. കേന്ദ്രത്തിന്റെ മണ്ഡലം സെക്രട്ടറി പ്രായമുള്ള ഒരു ആചാര്യ വന്നു. ക്യാമറ ഉണ്ടപ്പോ എന്നാടാ ഫോട്ടോ എടുക്കണേ, തൂക്കാൻ മിരിക്കോടാജി എന്ന് ചോദിച്ച്. മകരിബ് കഴിഞ്ഞപ്പോ ജനങ്ങൾ വിട്ട് വരുന്നത് കണ്ടിട്ട് ക്യാമറാമാൻ മുങ്ങി. അപ്പൊ എത്ര മതി? ഈ കണ്ണൂർ കോക്കസ് ആണ്. ഈ കോക്കസിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരാ. കോളേജിൽ നിന്ന് കുട്ടികളെ പുറത്താക്കുക. ഈ കോക്കസ് അത്രയും കോക്കസ് പുളിക്കൽ പ്രസംഗിച്ചപ്പോ മീറ്റിംഗ് വിളിച്ചു. പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിന്റെ ഹോസ്റ്റൽ മീറ്റിംഗ് വിളിച്ചിട്ട് അധ്യാപകൻ പറയാണ് നമ്മളെല്ലാം കേൾക്കണം, രണ്ടും കേട്ട് മനസ്സിലാക്കണം, ആയിക്കോട്ടെ. അപ്പൊ കുട്ടികളൊക്കെ പോയി. 3 കുട്ടികളുടെ ബാക്കിയാണ്. പക്ഷെ നമ്മളെ പരിപാടി എന്നപ്പോൾ ഒരൊറ്റ ആള് പോകാൻ പാടില്ല. പോയാൽ ആൾക്ക് 50 രൂപ ഫൈന്, അല്ലെങ്കിൽ ഇവിടുത്തെ പാത്രം മുഴുവൻ കഴുകണം. എങ്ങനെയുണ്ട് ജമിയത്തുള്ളുമിന്റെ തറവാട്ടിലായി നടക്കുന്നത്? അതുപോലെ തന്നെ ജാമിയ സ്ഥലത്തിന് കുട്ടികളെ കൊണ്ടുപോയി. പൂനൂര് നടന്ന പരിപാടിക്ക് ജാമ്യം എന്തിനാ വണ്ടി? കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അവിടെ ആളുകളൊക്കെ ഇല്ലേ? അപ്പൊ ജാമ്യം കൊണ്ടുപോയി കുട്ടികളെ നിർബന്ധിച്ചിട്ട് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി വളരെ പ്രയാസപ്പെട്ട് എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ സംഘടിപ്പിച്ച നാദാപുരത്ത് ഒരു സ്കൂളും സൗകര്യം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ കുട്ടികളെ നിർബന്ധിച്ച് പൂനൂർ കൊണ്ടുപോകാണ്. കുട്ടികൾ പറഞ്ഞ് പോകാൻ പറ്റുന്നപ്പോ ചില കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ കല്യാണം വിരുന്നൊക്കെ പറഞ്ഞ് ലീവ് ചോദിക്കും, അപ്പൊ കാണിച്ചു തരാം. അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെ പൂനൂരിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പുളിക്കൽ നടന്ന പരിപാടിക്ക് മദീനത്തുൽ കുട്ടികൾ, ജാമ്യ സലഫീന്ന് കുട്ടികൾ, ജാമ്യ നദ്വീന്ന് കുട്ടികൾ, എല്ലായിടത്തും കുട്ടികളെ കൊണ്ടുപോയി. എന്നിട്ടും നിറഞ്ഞില്ല. അതാ സ്ഥിതി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് മാത്രല്ല സർക്കുലർ ഇറക്കി. മഞ്ചേരി ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ബേജാറ് തുടങ്ങി. മഞ്ചേരി കഴിഞ്ഞ ബുസ്താൻ റൂമില് കൈപ്പമംഗലത്തിൽ ചെന്നപ്പോ ഇടയലേഖനം ഇറക്കി. ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഇടവകയിൽ വായിക്കാനുള്ള അച്ഛന്റെ ലേഖനം കേട്ടോളി. ഈ വരുന്ന 10-ാം തീയതി ആദർശ വിശദീകരണം എന്ന പേരിൽ ഒരു ആളില്ലാ നോട്ടീസ് കൈപ്പമംഗലം മണ്ഡലത്തിൽ വിതരണം ചെയ്തതായും പ്രചരിച്ചതായും അറിവായിട്ടുണ്ട്. ആ പരിപാടി മുജാഹിദുകളുടെ പേരിൽ കേരളം കൈപ്പമംഗലം മണ്ഡലമോ യൂണിറ്റോ അറിയാതെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രസ്തുത പരിപാടി സംഘടനാത്മകവും ഔദ്യോഗികവും അല്ലാത്തതിനാൽ വസ്തു സംഘടനയിലെ അംഗങ്ങളും പരിപാടികളും പരിപാടിയിൽ സഹകരിക്കരുതെന്ന് കേന്ദ്രം എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്രം പ്രസിഡന്റ് സെക്രട്ടറി ഇടയലേഖനം പള്ളി കൊണ്ടുപോയി ഒട്ടിച്ചിരിക്കുക. നോക്കണമെങ്കിൽ എത്ര തരം താഴ്ന്നു പോയി പരിപാടിക്ക് പോകാൻ പാടില്ല. കൊല്ലത്ത് ചില പ്രവർത്തകർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. എന്താ മഞ്ചേരി പരിപാടിക്ക് വന്നു, കൊല്ലത്ത് പരിപാടിക്ക് സഹകരിച്ചു. ഇതാണ്. ഇത് എനിക്ക് മാത്രമല്ല, അപ്പൊ പലയിടത്തും ഇസ്ലാമിക് സെന്ററുകൾ പിരിച്ചുവിട്ടു, പുതിയ കമ്മിറ്റി ഉണ്ടാക്കുക. എവിടെയൊക്കെ അബ്ദുറഹ്മാൻ സലഫി കോൺഗ്രസ് ചെന്ന് അവിടെ രണ്ടാകും. കേരള ജമിയത്തുൽ ഉലമ വിശദീകരണം എന്ന പേരിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി നടന്നു വരുന്ന വിശദീകരണം മുജാഹിദ് പ്രവർത്തകരെ ചേരി തിരിക്കാനും മുജാഹിദുകളെ ചിന്തിപ്പിക്കാനും വേണ്ടി മാത്രം അബ്ദുറഹ്മാൻ സലഫിന്റെ തലേന്നുണ്ടായിട്ടുള്ളതാണ്. യാതൊരു സംശയമല്ല, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മഞ്ചേരിയിൽ ആദർശ വിശദീകരണം നടന്നു, പിന്നെ നിലമ്പൂർ കൊണ്ടുവച്ചു. എന്താ മഞ്ചേരിയിൽ വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. നിലമ്പൂർ കൊണ്ടിട്ട് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി അറിയില്ല. അവിടുത്തെ ആരും അറിയാതെ നിലമ്പൂർ കൊണ്ടുപോയിട്ട് വെച്ചു. ഈ രൂപത്തിൽ ഭിന്നിപ്പിക്കുക എന്നത് മുജാഹിദ് പ്രവർത്തകരെ ചേരി തിരിച്ച് മുതലെടുക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രമാണ് ഇപ്പൊ കുറച്ചു കാലമായി സുഹൃത്തുക്കളെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രല്ല, ഇപ്പൊ വളപട്ടണത്ത് കണ്ണൂര് 2 QHLS അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി കോക്കസിന്റെ കയ്യിലാണ്. കുപ്രചരണങ്ങൾ നടത്തി 52
57 വോട്ട് 5 വോട്ടിന്. അത് തന്നെ വലിയ രസമാണ്. കർണാടകത്തെ മാതിരി കൗൺസിലർമാർ 2-3 മേഖലകളിലൊക്കെ പാടെ ഒരു മുതലാളി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കോഴി ബിരിയാണിക്ക് വാങ്ങിക്കൊടുത്ത് ഒരു ക്ലാസ് ഒക്കെ നടത്തിയിട്ട് കൊണ്ടുവന്നിട്ട് അട്ടിമറിച്ചതാണ്. ഇയാളെ നിർദ്ദേശപ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 52-57 ആ 57ന്റെ കമ്മിറ്റിയപ്പോ അവര് വളപട്ടണത്ത് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നിർത്തലാക്കി. എന്നിട്ട് ഖത്തീബിനെ കൊണ്ട് പറയിപ്പിച്ചു അടുത്ത ആഴ്ച വേറെ ക്ലാസ് തുടങ്ങും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ ക്ലാസ് നടക്കണതാ. ഒന്ന് നല്ല ക്ലാസ് തുടങ്ങുന്നു വിചാരിച്ചു. പിറ്റേന്ന് വിതരണം ചെയ്ത് SLRC എന്ന് പറയുന്ന ഗ്രൂപ്പ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം അത് ലത്തീഫ് മൗലവിന്റെ SLRCന്റെ ഫോമാ വിതരണം ചെയ്യണത്. സംഘടന ഇടപെട്ടോ? വിശദീകരണം ചോദിച്ചോ? കേന്ദ്രവുമായും KG-യുമായും ഒരു ബന്ധമല്ലാത്തതാണ് SLRC. അവർ പണം പിരിക്കുന്നു, സ്ഥാപനം ഉണ്ടാക്കുന്നു, സിലബസ് ഉണ്ടാക്കുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പൊ കോഴിക്കോട് അവർക്ക് ആസ്ഥാനത്ത് കേന്ദ്രം രജിസ്റ്റർ ഇല്ല. അത് കുറച്ച് മുതലാളിമാരുടെ സംരംഭമാണ്. ഇയാളെ മറയാക്കിയിട്ട് പക്ഷെ SLRC അവിടെ നിങ്ങള് സംഘടന നടത്തുന്ന QHMS തകർക്കാൻ അതും ഒരു മെമ്പർ ദുരുപയോഗം ചെയ്ത് കളവ് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തി. ഒരു അന്വേഷണമല്ല. അബ്ദുറഹ്മാൻ സലഫിനെ നമ്മുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, SLRCയിൽ നമ്മുടെ സംഘടനയ്ക്ക് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ജനങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ആദർശ ശത്രുക്കൾ ചെയ്യുന്നത് പോലെ ഇപ്പൊ ഇവര് നമ്മോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വിചിന്തനത്തിൽ കണ്ടില്ല ഡോക്ടർ സുൽഫിക്കറിന്റെ ലേഖനം നേർക്കാഴ്ച എന്നതിന്റെ പേര്. അബ്ദുറഹ്മാൻ സലഫി കൊടുത്ത ഓശാരമാണ് സെക്രട്ടറി പദം. അപ്പൊ ഞാൻ പറഞ്ഞു നേർക്കാഴ്ച എന്നുള്ളത് മാറ്റിയിട്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണമാക്കണം. എന്തൊക്കെയാണ് അയാൾ എഴുതി വിടുന്നത്? പണ്ട് പ്രസിഡന്റിന്റെ കോളം കണ്ട് ഹുസൈൻ മടവൂർ ഓരോ കുറിച്ച് വിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഈ ചങ്ങായി ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണെന്നറിയോ? തനിച്ച ഹദീസ് നിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ പറയാൻ തുടങ്ങി. അത് നമ്മള് മടവൂരികളെ പറ്റി പറയുമ്പോ പലർക്കും കൊള്ളുന്നത് ഇവർക്കാ. അപ്പൊ ഇവരെന്താക്കി, ഇനി ഇങ്ങനെ പോയാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് പരസ്യമായി ഹദീസ് നിഷേധങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ് വാസ്തവം. സുഹൃത്തുക്കളെ, ഞാൻ 2-3 ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. KC നിയമത്തുള്ള ഫാറൂഖി താടിയെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിട്ടൊരു ക്ലിപ്പാണ് ആദ്യമായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ താടി വളർത്തുന്ന ആളുകള് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ധാരാളം ഉണ്ട്. കാരണം അത് പ്രബലമായ ഒരു സുന്നത്തോ അല്ലെങ്കിൽ വാജിബോ ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രവർത്തകർ ചെറുപ്പക്കാർ പോലും ധാരാളമായി താടി വളർത്തുന്നുണ്ട്. അതിനെ പരിഹസിക്കുകയാണ്. ഒരാൾ താടി വളർത്തുന്നില്ലെങ്കിൽ അത് അയാളുടെ ഇഷ്ടമാണ്, അയാളും പഠിച്ചോനെ ചെയ്യും. താടിയാകുന്ന ഇസ്ലാമിന്റെ ചിഹ്നത്തെ പരിഹസിക്കാൻ തുടങ്ങിയാലോ അത് ചെറിയ കാര്യമല്ല. അത് ഇസ്ലാമിന്റെ ഒരു ശഈറത്തിന്, ഇസ്ലാമിന്റെ ഒരു ചിഹ്നത്തെ പരിഹസിക്കലും അപഹസിക്കലുമാണ്. കാണിക്കാൻ കഴിയുമോ? കാണുന്നില്ല. മഗ്‌രിബിനേശം കാണിക്കാം. അതുപോലെ വസ്ത്രം കയറ്റി പരിഹസിച്ചു. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ ഈ പരിഹാസമൊക്കെ ഇപ്പൊ എവിടെ എത്തിയെന്ന് പൽമനാറിലെ ലേഖനം ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സക്കരിയ സലാഹിന്റെ വാദം നൂറുകണക്കിന് ആളുകളിലേക്ക് പടർന്നു. ആരാ ഇവിടെ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സക്കരിയ സലാഹിന്റെ പ്രസംഗം? അതപ്പോ പറഞ്ഞ ആയിരങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യനെങ്കിലും ജിന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ടോ? മുജാഹിദ് പ്രവർത്തകൻ പച്ച നുണങ്ങിട്ട് പറയുന്ന ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി എന്തായി ഇടവണ്ണ ജാമ്യയിൽ നടന്ന മുഖാമുഖം എന്ന് പറഞ്ഞത്? നമ്മളെ ആദ്യം ഖുറാഫിയൊക്കെ ചിത്രീകരിക്കുക, എന്നിട്ട് ആയത്തങ്ങനെ ഒരു ഖുർആൻ തൗഹീദിന്റെ ആയത്ത് ജിന്നൂരി പഠിച്ചു വെച്ചോ, കേട്ടടാ ജിന്നൂരി ഇങ്ങനെ ഊതന. അപ്പൊ ആളുകൾ വിചാരിച്ച ആകെ എല്ലാവരും ഇപ്പൊ ശിർക്കിക്ക് പോയിട്ടോ. ഇതല്ലേ ഇവിടെ നടന്നത് സുഹൃത്തുക്കളെ? ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കെതിരിൽ 23 നടപടിക്രമങ്ങൾ സ്വീകരിച്ചു 6 കൊല്ലമായിട്ട്. എന്നിട്ടും ഞാൻ എതിരുന്നു. അതിന് കൊതറി മാറിയാണ്. എനിക്കെതിരൊരു കുറ്റപത്രം പലയിടത്തും വായിക്കുന്നുണ്ട്. പക്ഷെ നാട്ടുമര്യാദ, ഇസ്ലാമിക മര്യാദ പോട്ടെ, അതേതായാലും ഇല്ലവർക്ക് നാട്ടുമര്യാദ അനുസരിച്ച് അതിന്റെ ഒരു കോപ്പി എനിക്ക് തരണ്ടേ? ഇവിടെ ഇപ്പൊ ഒരു താഴെ കടയിലുള്ള ഒരു കോടതിയാണെങ്കിൽ പോലും എന്ത് ചെയ്യും? കുറ്റപത്രം പ്രതിയെ വായിച്ചു കേൾപ്പിച്ചിട്ട് ചോദിക്കും, പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലേ?
അതുപോലെ എനിക്ക് കുറ്റപത്രം പോലും തന്നിട്ടില്ല. എന്റെ പേരിലുള്ള കുറ്റപത്രം അബ്ദുറഹ്മാൻ സലഫി എഴുതി തയ്യാറാക്കിയത് അത് വീട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ജില്ലകൾക്ക് കൊടുത്തത് വിശദീകരിച്ച് നടക്കുകയാണ്. ഭൗതിക കോടതികളിൽ പോലും നീതി പോലും എനിക്ക് ലഭിച്ചില്ല. 3 തവണ ഇവരടുത്ത് വിശദീകരണം നൽകാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചോ? ഇല്ല. ഏകപക്ഷീയമായി ഞാൻ ചെയ്യാത്ത, അറിയാത്ത, പറയാത്ത കുറ്റങ്ങൾ എന്റെ മേൽ ക്രൂരമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ ഒരു കുറ്റപത്രമാണത്. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു. സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്നവർ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇത്മൻ മുബീനാ. അവർ വലിയ വ്യക്തമായ കുറ്റവും അപരാധവുമാണ് പേറിയിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, എന്താണ് 23 നമ്പർ ഇട്ടത്? ചില ആളുകൾ പറയുന്നത് സക്കരിയ സലാഹി 23 കുറ്റം ചെയ്തു എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞത് 23 അവസരം കൊടുത്തു തിരുത്താൻ, എന്നിട്ടും പോയില്ല എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞത് 23 തവണ അദ്ദേഹത്തെ താക്കീത് ചെയ്തു, എന്നിട്ടും പോതറിച്ചാണ്. ഈ 23 കൊണ്ടുള്ള കളിയാണ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ഞാൻ എഴുതി കൊടുത്ത എന്റെ 2 കത്തുകൾ രൂപയുടെ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ആ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള 2 കത്തുകൾ, KNM കൊടുത്തിട്ടുള്ള 2 കത്തുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. 30-ലധികം കാര്യങ്ങൾ. എനിക്ക് ആ 30 മറച്ചു വെക്കാനാണ് ഈ 23 ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത്. അതേസമയം എന്റെ കൂടെ തന്നെ ഒരു കൊല്ലത്തേക്ക് പുറത്താക്കി അബ്ദുറഹ്മാൻ ഇരുവറ്റി. അയാളെ കുറ്റപത്രങ്ങൾ കേട്ടോ? എവിടെയെങ്കിലും അയാളെ മനസ്സിന് ഒഴിവാക്കിയിട്ടില്ല. അയാൾ ഇപ്പോഴും പാവങ്ങാട് പള്ളിയിൽ സുഖമായി കുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹദീസിനെ പരിഹസിച്ച KC നിയമത്തുള്ള ഫാറൂഖ് ആസ്ഥാന ദായിയായി ഇവിടെ നടക്കുകയാണ്. അയാൾക്ക് കുറ്റപത്രമല്ല, ശാസനയില്ല, ഒന്നുമില്ല. കാരണം അത് ഞമ്മന്റെ ആളാണ്, അബ്ദുറഹ്മാൻ സലഫിന്റെ ആളാണ്. ഊനൂരിൽ ചോദിച്ചു, KC നിയമത്തുള്ള ഫാറൂഖ് ഇങ്ങനെ പരസ്യമായിട്ട് ഹദീസിനെ കുറ്റം പറഞ്ഞ് സംസാരിച്ചല്ലോ, നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചു. അയാളെ നിസാരവൽക്കരിക്കുക ചെയ്തു. അയാൾ അങ്ങനെ സുന്നത്തെ പരീക്ഷ, അയാൾ താടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് നിസ്സാരാക്കി. താടി വെച്ചതുകൊണ്ടായോ? താടിയെ പരിഹസിച്ചാൽ അത്രമയിൽ വെച്ച് താടി വെച്ചിട്ട് എന്തിനങ്ങൾ ഇങ്ങനെ ഉമിക്കരിയോലത്തെ താടി വെച്ചെന്ന് വെച്ച് അത് താടിക്കാരെ പരിഹസിക്കാനാണ്. മനസ്സിലായില്ല? അതിനും വേണ്ടി ചില താടി വെക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എന്ത് നടപടിയാ സ്വീകരിച്ചെന്ന് ചോദിച്ചപ്പോ മറുപടി ഇല്ല. ഇനി കേട്ടോ, എന്റെ പേരിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇപ്പോ KNM പ്രബന്ധം ക്ഷണിച്ചു, അതാണ് ഒരു നമ്പർ. അതിന്റെ കുറ്റ. പ്രബന്ധം ജൂറി പരിശോധിച്ചു, അതിന്റെ കുറ്റ. ഒരു നമ്പറാണത്. പിന്നെ പൊതുചർച്ചയ്ക്ക് വിഷയമാക്കരുതെന്ന് പറഞ്ഞു, അതിനോട് മാത്രം പറഞ്ഞതാ. എല്ലാ യൂണിറ്റുക്കും സർക്കുലർ അയച്ചൊരു കാര്യമല്ല. പിന്നെ കുറ്റപത്രത്തിൽ എന്താ വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇത് എനിക്ക് മാത്രം ബാധകമായ ഒരു സംഗതിയല്ല. അത്രമായി ഇരുപത്തി ഇപ്പോഴും കൂടി മാധ്യമത്തിൽ 4 കോളം അദ്ദേഹം പ്രശ്നങ്ങൾ പ്രതികരണങ്ങളിൽ എഴുതി. മാധ്യമം വളരെ വെണ്ടക്ക നേരത്തെ കൊടുത്തിരുന്നു. എന്താ പറഞ്ഞത്? ജന്നസിഗർ വിഷയത്തിൽ ചില കുട്ടി മൗലവിമാരുടെ വാദങ്ങൾക്ക് കേരള ജമിയത്തുമ വഴങ്ങിക്കൊടുത്തുവെന്ന് KJUവിനെ കണക്കിന് പരിഹസിച്ച്. എന്നിട്ട് അയാൾക്ക് വല്ലതുണ്ടോ? അയാൾക്ക് സസ്പെൻഷൻ നീട്ടിയോ? ഒന്നുമില്ല. അയാൾ പേരിനൊരു കൊല്ലത്തേക്ക് മാറ്റി വെച്ച് നാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾ സുഖമായിട്ട് അവിടെ കുത്തുബി പറയുന്നുണ്ട്. അയാൾക്കൊരു പ്രശ്നമല്ല. ആ രീതിയിലാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് മാത്രല്ല, എല്ലാവരോടും പറഞ്ഞ സംഗതിയാണെന്ത്. ഈ പ്രത്യേക സമയം കുറച്ചു കാലം ഇവരുടെ മടവൂരികൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആരും പ്രസംഗത്തിലൂടെ മറുപടി പറയണ്ട. ഞാനത് അനുസരിച്ചു, പറഞ്ഞില്ല, അന്ന് പ്രസംഗിച്ചില്ല, ആ വിഷയം പ്രസംഗിച്ചില്ല. പക്ഷെ ആ സമയത്താണ് അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി പ്രത്യേകം ആളുകളെ വിളിച്ചുകൂട്ടി കാസറ്റ് ഇറക്കി മടവൂരികളുടെ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നു. റിയാദിൽ പോയി അവിടെ പിന്നെ റിക്കാർഡ് ചെയ്യിച്ചു, പക്ഷെ പുറത്തു വിട്ടില്ല. റിയാദിൽ പോയി ആളുകളെ വിളിച്ചുകൂട്ടി. ജിന്നു പറഞ്ഞു, അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ, കുറ്റപത്രം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഉപദേശം നൽകി ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ചോദിച്ചെന്താ ഞങ്ങളെ മാത്രം ഇതിനൊക്കെ നിഷേധിക്കുന്ന KV അബ്ദുൽ ലത്തീഫ് മോലി, അന്ന് ജമീല ടീച്ചറുണ്ട്, അവരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, അവരെയും വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞത് കളവായിരുന്നോ? എന്റെ കുറ്റപത്രത്തിൽ എന്റെ പേരും ബാലുശ്ശേരിയുടെ പേരും അബ്ദുറഹ്മാന്റെ പേരും മാത്രമുള്ളൂ. അതുപോലെ മുജാഹിദ് സെന്ററിൽ വിളിച്ച് ശാസിച്ചു. എന്തിനാ ശാസിച്ചത് ഇന്നും അറിയില്ല. നിങ്ങളെ ശാസിക്കുകയാണ്. ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല, നിങ്ങൾ ശാസിക്കുകയാണ്. ഇതിന്റെ വിചിന്തനത്തില് ജിന്നസിഗർ വിഷയങ്ങള് പൊതു ചർച്ചയാക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കുകയും മേലിൽ അവർ ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മിണ്ടാൻ തന്നെ അവസരം ഉണ്ടായില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു വിചിന്തനത്തിൽ അച്ചടിച്ചു. ഇതൊക്കെ മതസംഘടനയ്ക്ക് ചേർന്നതാണോ? അതാണ് എന്റെ കുറ്റപത്രത്തിലൊന്ന്. പിന്നെ 4-മത്തത് അറിയോ? ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതി. അതിന്റെ കുറ്റാക്കായി എനിക്ക്. ഞാൻ അറിയുന്നല്ല,
ഞാൻ ഇസ്ലാഹിന്റെ എഡിറ്റർ അല്ല, മാനേജർ അല്ല, സബ് എഡിറ്റർ ഒന്നും. ഞാനതിന് പത്രാധിപത്യ അംഗം മാത്രം. എന്നാ എല്ലാവർക്കും കൊടുത്തിട്ട് കുറ്റപത്രം. ഹുസൈൻ സലഫി ഇപ്പൊ എന്റെ പത്രാധിപത്യ സമിതിയിലുള്ള ആളാണ്. മൂപ്പര് കൊടുത്ത കുറ്റപത്രം കൊടുത്തില്ലല്ലോ. വളരെ ഏകപക്ഷീയമായിട്ട് ഇഷ്ടമില്ലാത്ത പള്ളിക്ക് തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞ മാതിരി എന്റെ പേര് വെറുതെ കുറ്റം എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഷിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു 2007 ഏപ്രിലിൽ. അബ്ദുൽ ജബ്ബാർ മോലി എഴുതിയത് ഷിർക്കല്ല എന്ന് 2012 വരെ പറഞ്ഞു നടന്ന ആളുകളാണ് എന്റെ പേരിൽ ആശയം പറയുന്നത്. അവരെ പോലെ ഞാനും പറഞ്ഞു അതിൽ ഷിർക്കില്ല, അതിൽ ഷിർക്ക് എവിടെയെന്ന് നമ്മൾ ചോദിച്ചു. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സംഗതി എനിക്ക് പറയാനുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ അബ്ദുൽ ജബ്ബാറുടെ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് 2010 ഒരു ലേഖനം. അതാണ് 23-ൽ ഒരു നമ്പർ. അത് ഞാനേറ്റ് എന്താ ബന്ധം? അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ ലേഖനം എഴുതി അവന്റെ കുറ്റപത്രത്തില്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുറ്റപത്രം തന്നെ അതിന്റെ കോലക്കനെയാണോ? ഇത് മാത്രാണോ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ കാലഘട്ടങ്ങളിലൊക്കെ സംവാദങ്ങൾ കൊണ്ടു നടന്നാരാ ഞാന്. ഈ മൂവാറ്റുപുഴ മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടു നടക്കാത്തുള്ളൂ. അദ്ദേഹം വലിയ മുശ്രിക്കിന്റെ വാദമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടു നടക്കോ? ഈ മൂവാറ്റുപുഴയിൽ വെച്ച് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്ക് തന്നെ എന്ന് തൗഹീദ് 2012 പരീക്ഷിച്ചുകൊണ്ട് ഹനീഫ പറഞ്ഞപ്പോൾ അഹ്സനി ചോദിച്ചു, ഈ മുശ്രിക്കിനെയും കൂട്ടിയാ കഴിഞ്ഞ സംവാദത്തിൽ നിങ്ങൾ ആരുമായി വന്നത്? ആണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അത് ചോദിപ്പിച്ചില്ലേ? അത് ചോദിപ്പിച്ചതല്ലേ സുഹൃത്തുക്കളെ? അന്ന് ജാമിയ സലഫിയുടെ ദഅവാ വിഭാഗത്തിന്റെ അധ്യാപകനാണ് അദ്ദേഹം. ഫത്വ ബോർഡ് മെമ്പറായിരുന്നു അന്നും. ഈ അടുത്താണ് അദ്ദേഹത്തെ അതൊക്കെ മാറ്റിയത്. പിന്നെ അതിന് ആ ലേഖനത്തെ കുറിച്ച് ഒരു തിരുത്ത് 5-8 മാസം കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി ജനുവരി 8 പ്രസിദ്ധീകരിച്ചത്. വാസ്തവത്തിൽ അതും എന്റെ കുറ്റമല്ല. കൊടുത്ത ആളുകൾ കൊടുക്കാൻ വൈകി. ഡിസംബറിലൊക്കെ ഇറങ്ങിയ ശേഷം കൊടുത്തു. അപ്പൊ ജനുവരി ലക്കത്തിൽ വന്നു. നിങ്ങൾ ഇന്നും അബ്ദുൽ ഖാദർ കരുവമ്പൊയിലിനെ വിളിച്ച് അദ്ദേഹം അന്നും ഇന്നും അതിന്റെ എഡിറ്റർ. എന്തുകൊണ്ടാ വൈകിയത്? അപ്പൊ കൽപ്പിച്ചു കൂട്ടി നമ്മൾ വൈകിച്ചു. മാത്രമല്ല അത് തിരുത്താണെന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പൊ കൂടെ നടക്കുന്ന മൂവർ സംഘത്തിലുള്ള അനസ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? അത് തിരുത്തല്ല, സ്വാഭാവികമായ വൈകലാണ്. ലേഖനം വരികയും അത് ജനങ്ങളുടെ ചർച്ചയാവുകയും ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുകയും അങ്ങനെയൊക്കെ സമയം വേണ്ടേ? അപ്പൊ 5 മാസമൊക്കെ ആവുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലാണ് ആ പറഞ്ഞ കുറ്റപത്രത്തിന്റെ അവസ്ഥ. അമാനി മൗലവിയുടെ ബുക്ക് ഇറക്കാൻ വേണ്ടി KJU KNM-നോട് പറഞ്ഞു കുറ്റപത്രത്തിൽ ഒരു നമ്പർ അതാ. ഞാനെന്താ ഉത്തരവാദി? പ്രബന്ധങ്ങൾ ചർച്ച ചെയ്ത് KNM സർക്കുലർ ഇറക്കി. അതാണ് 23-1. അതെന്താ എന്റെ കുറ്റ? നിങ്ങൾ ആലോചിക്കണം. ഇതാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ കുറ്റപത്രം പരിശോധിച്ചാൽ തന്നെ 6 കൊല്ലമായി ഞാൻ ജിന്നുകളോട് സഹായം തേടാമെന്ന് അഭിപ്രായമുള്ള ആളാണ്. 6 കൊല്ലം ഈ ശിർക്കിനെ പിന്തിരിപ്പിക്കാൻ തിരിച്ചു അവിടെ പറഞ്ഞത്. പക്ഷെ കുറ്റപത്രത്തിലുള്ള 2011 മുതൽക്കാണ് ജിന്നിനോട് സഹായം തേടുന്ന വിഷയം വരുന്നത്. കാരണം എന്താ? അപ്പോഴാ KNM പുതിയ ഇലക്ഷൻ വന്നത്. KNM ഇലക്ഷനിൽ ഈ സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഇറക്കിയ നമ്പറാണിത്. കാരണം എന്താ? സംഘടന ശിർക്കിലേക്ക് പോവാണ്. മഹത്തായ തൗഹീദി സംഘടനയിൽ ശിർക്ക് കലർന്നിരിക്കുന്നു. എന്റെ കൂടെ നിന്നോളി, നമ്മളെ ഫോക്കസിന്റെ കൂടെ നിന്നോളി. അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോകും. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താവും? സാധാരണക്കാരൊക്കെ ഞെട്ടും. ശിർക്കിലേക്ക് പോവുകയെ എന്നാണ്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലരും പുറത്തു പോയിട്ടുണ്ട്. ചേകനൂര് പുറത്തുപോയി, CM മൗലവി പുറത്തുപോയി, ഹുസൈൻ മടവൂർ കൂട്ടർ പുറത്തുപോയി. അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി യോജിക്കാത്തത് കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നതാണ്. ഞാൻ അങ്ങനെ പുറത്തുപോയ ഒരാളല്ല. എന്നെ പുറത്താക്കിയതാണ് നിഷ്കരുണം. ഇപ്പോഴും എന്താ എന്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടില്ല. അതാ രസം. പുകമറകൾ മാത്രമാണ്. ആദർശവിരുദ്ധവും സംഘടനാവിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്തു എന്നിങ്ങനെ മൊത്തത്തിൽ കാടടച്ച് വെടിയേക്കുക. ഏതാദർശത്തിന് വിരുദ്ധമായി എന്ത് പറഞ്ഞു? ഇപ്പൊ പുളിക്കൽ പ്രസംഗിച്ചു എന്നാണ്. പുളിക്കൽ ലൈറ്റ് എക്സിബിഷന്റെ പരിപാടി 42 മിനിറ്റ് പ്രസംഗിച്ച് 10 മിനിറ്റ് റുഖിയ ശർഈയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ്. PN എന്നോട് പറഞ്ഞിരുന്നു വിവാദങ്ങൾ പറയരുത്. ലോക സെലഫികൾക്ക് ഒരു വിവാദമില്ലാത്ത ഞാൻ പറഞ്ഞു. പക്ഷെ ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് ഇറങ്ങുകയും ഇവിടുത്തെ ഒരു അധ്യാപകൻ വൈദികമായ മദീനയിലുള്ള സത്തീവ് പുളിക്കൽ അയാൾ റുഖിയ ശർഈയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരുത്തുകയും ചെയ്തപ്പോ അത് തിരുത്താൻ വേണ്ടി 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഷോക്ക് ഓഫ് നോട്ടീസ്. അതേ വേദിയിൽ വെച്ച് എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചു അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹത്തിന് ഷോക്ക് ഓഫ് നോട്ടീസ് ഇല്ല. അന്ന് രാവിലെ മൂപ്പര് ദായിമാരെ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞതാണ് ഒരേ വേദിയിൽ പരസ്പരം മറുപടി പറയാൻ പാടില്ല. അന്ന് രാവിലെ. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് മൂപ്പര് എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചു. എന്നിട്ടോ അയാൾക്ക് ഷോക്ക് ഓഫ് നോട്ടീസ് ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം.
അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെയേറെ നമുക്ക് വിഷമം തോന്നിപ്പോകും. ഇപ്പൊ ഈ ഇസ്ലാഹിന് ഈ കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ വൈകിയതിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വലിയ പ്രബോധകൻ പറഞ്ഞു, ഇനിയും നിങ്ങൾ കുറിപ്പ് ഇസ്ലാഹിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഇസ്ലാഹിനെതിരിൽ പ്രസംഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് കൊടുത്തത്. കൂനൂരിൽ വെച്ച് ഫൈസൽ നന്ദി ചോദിച്ചു, ഏതാണ് ആ പ്രബോധകൻ, അയാളെ പേര് പറയണം. ഇയാൾ അവിടെ എന്ന് പറഞ്ഞു, അപ്പൊ മിണ്ടുന്നില്ല. ആ പ്രബോധകൻ ഹുസൈൻ സലഫിയാണെന്ന് ഇസ്ലാഹിന്റെ എഡിറ്റർ കരൂം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചു നോക്കിയതാണ്, ബഹളമായി. അപ്പൊ ഈ കളവ് ഇയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഞാൻ ഹുസൈൻ സലഫിയോട് നേരിട്ട് ചോദിച്ചു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കാദറാജിയും കൂട്ടരും പറഞ്ഞു പരത്തിയൊരു സംഗതിയാണത്. അതിനെക്കുറിച്ച് ഫൈസൽ നന്ദി ചോദ്യം ചെയ്തത്. അവസാനം ബഹളമായി. എത്രത്തോളം എന്ന് വെച്ചാല് ഫൈസലിനെ പിടിച്ച് നാണി ഹാജി മാറത്ത് പിടിച്ച് തള്ളി, അയാൾ വീണു. ബഹളമായി. ഇരിക്കടാവിടെ, ഇരിക്കടാവിടെ, നീ എന്തിനാടാ വന്നതെന്നൊക്കെ ചോദിച്ചു. കൂടെ കാണിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ച അബ്ദുറഹ്മാൻ സൽഫി ചെയ്ത നോക്കണം നിങ്ങള്. അവർക്ക് കൊണ്ടുപോയി ജാമ്യയിലെ കുട്ടികളെ എന്നിട്ടിപ്പത് വിവാദമായപ്പോ എന്തായിരുന്നോ, നാണിയാജിക്ക് അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞു കൊടുക്കാണ്, കാലുമ്മ ചവിട്ടി അപ്പൊ തള്ളിയാന്ന് പറഞ്ഞാ മതി. ആളുകൾക്ക് തിരിയാതൊക്കെ കാലുമ്മ ചവിട്ടിയ നെഞ്ചത്ത് വെച്ച് തള്ളിയാണ്. ഈ രൂപത്തിലാ സുഹൃത്തുക്കളെ. അപ്പൊ ഈ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാ ഞാൻ ഇറക്കിയ 5 റുപ്യന പുസ്തകം ഒന്ന് വായിക്കും. അതിൽ എനിക്ക് പറയാനുള്ള 30ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അബ്ദുറഹ്മാൻ സൽഫിയെ ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നതിന് ഈ ബുക്ക് തെളിവാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുപോലും വായിക്കാൻ ചെയ്യാൻ ധൈര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ വായിക്ക്, ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. പച്ച മലയാളത്തിലെ പുസ്തകമാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവും. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം. കണ്ടോ, ചില പത്രങ്ങൾക്ക് എഴുതി കൊടുക്കും, ജനങ്ങളോട് ശിർക്കാണ്, പുറത്തിറങ്ങിയവരും ശിർക്കല്ല പറഞ്ഞിട്ടില്ല. രണ്ട് വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗത്തിൽ നമുക്കത് പറയാം എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിൽ അത് അവതരിപ്പിക്കാം. ഹദീസ് എന്ന് കേൾക്കുന്നതന്നെ പേർക്ക് അലർജിയാണ്. ഹദീസ് കോളേജ് നിർത്തിയില്ലേ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഹദീസ് സെമിനാറുകൾ പലയിടത്തും ബ്ലോക്ക് ചെയ്തു. ഇസ്ലാഹി റിലീസ് ഫോറത്തിന്റെങ്കിൽ ഹദീസ് സെമിനാർ നടത്താൻ ഉറപ്പിച്ചിട്ട് TP ഇടപെട്ട് നിർത്തിച്ചതാ. അത് നമുക്ക് പിന്നെ നടത്താൻ. ഇതുവരെ അത് നടത്തിയിട്ടില്ല എന്ന് മാത്രല്ല, ഹദീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചത്. സഹീഹായ ഹദീസിൽ ഒരു കാര്യം വന്നാൽ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. അത് നമ്മുടെ ബുദ്ധിക്കെതിരാണെങ്കിലും ശരി, ശാസ്ത്രതത്വങ്ങൾക്കെതിരാണെങ്കിലും ശരി, നമ്മൾ കുറെ കാലം പറഞ്ഞ വാചകങ്ങൾക്കോ വാദങ്ങൾക്കോ എതിരാണെങ്കിലും ശരി, റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളിക്കളയാൻ പാടില്ല എന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നിലപാട്. പക്ഷെ ഹുസൈൻ മടവൂരും കൂട്ടർ ഒരുപാട് ഹദീസുകൾ തള്ളി, അബ്ദുസ്സലാം സുല്ലമി തള്ളി. ആ തള്ളിയതൊക്കെ ഇപ്പൊ ഇവരും ഏറ്റെടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ സംഭവിച്ചത് അറിയോ, മടവൂരികളും ഇവരും ഒരേ ആദർശത്തിലേക്ക് പോയി. ഇപ്പൊ മടവൂരികൾ പറഞ്ഞെന്താ അറിയോ, 2007 അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി അന്ന് തന്നെ അബ്ദുസ്സലാം സുലൈം പറഞ്ഞിരിക്കുന്നു അത് ശിർക്കാണ്. കരിമ്പലാക്കൽ മൈമദനി പറഞ്ഞിരിക്കുന്നു. ഇവർ 5 കൊല്ലം അതിനെ ന്യായീകരിച്ച് മറുപടി പറഞ്ഞ് മടവൂരികളെ ചീത്ത പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവര് പറഞ്ഞ അബ്ദുസ്സലാം സുലൈം 2007 പറഞ്ഞ അതേ വാദത്തിലെത്തി. അപ്പൊ തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ അബ്ദുസ്സലാം സുല്ലമിയും മടവൂരി ജമിയത്തുൽമയാണ് മുന്നിൽ. നിങ്ങൾ ഇങ്ങോട്ട് ലയിച്ചോളി എന്നപ്പോ അവര് പറയുന്നത്. ഇങ്ങനെയുണ്ട്. ഞങ്ങൾക്കിപ്പോ എന്തായോ ഈ അനസ് മുസ്ലിയാർ പറഞ്ഞു, ഞമ്മക്കിപ്പോ പ്രസംഗിക്കാൻ പോകുമ്പോ കൊണ്ടുപോകുന്ന തെളിവുകളുടെ പെട്ടി ഒരെണ്ണം കൂടി സുന്നികൾക്കൊന്ന്, ജമാഅത്തേർക്കൊന്ന്, മടവൂരികൾക്കൊന്ന്, ഇപ്പൊ ജന്നൂരികൾക്ക് ഒരു പെട്ടി. ഞങ്ങൾക്ക് ഒരു പെട്ടി കുറഞ്ഞു. കാരണം മടവൂരിക്കും പെരുകുടിഞ്ഞ ഒരു മറുപടി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിൽ നമുക്ക് സംഗമിക്കാം. അള്ളാഹുവിന് കേൾക്കുമാറാകട്ടെ.